സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങൾക്ക് നിറഞ്ഞ ഹൃദയത്തോടുകൂടി എൻ്റെ പ്രണാമം. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് വേണ്ടി ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ഭാരതം എന്ന രാഷ്ട്രം ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള രാഷ്ട്രമാണ്. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന ഒരു പൈതൃകമാണ് ഭാരതത്തിൻ്റേത്. സയൻറ്റിഫിക്കലി, ലോജിക്കലി, റാഷണലി അത് വിവരിച്ചു കൊടുക്കാൻ സാധിക്കും. ഭാരതത്തിലെ ആത്മീയത ദൈവഭയത്തിൻ്റെയോ ഗോഡ് ഫിയറിങ്ങിൻ്റെയോ അടിസ്ഥാനത്തിലുള്ളതല്ല. മറിച്ച് ഭാരതത്തിൻ്റെ ആത്മീയതയിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും കലകളും സാഹിത്യങ്ങളും അതുപോലെ തന്നെ നൃത്യങ്ങളും എല്ലാം പെടുന്നതാണ് ഭാരതത്തിലെ ആത്മീയത. ഭാരതത്തിലെ ഈശ്വര സങ്കല്പവും അപ്രകാരം തന്നെ അത്യന്താധുനിക ശാസ്ത്രം കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു ആത്മീയതയുടെ പ്രതീകമാണ് ഭാരതത്തിലെ ത്രിമൂർത്തി സങ്കല്പം, ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പം. അതിൽ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ആധാരമായ 3 പ്രകൃതി ശക്തികളെയാണ് നമ്മൾ ആരാധിക്കുക. ഏതൊന്നിനും ഉത്ഭവം എന്നുള്ളതുണ്ടെങ്കിൽ നിലനിൽപ്പ് എന്നുള്ളതുമുണ്ട്, അതുപോലെ തന്നെ തിരിച്ചുപോക്ക് എന്നുള്ളതുമുണ്ട്. ഉത്ഭവത്തിൻ്റെ ചൈതന്യത്തിനെ ഭാരതീയർ ബ്രഹ്മാവ് എന്ന സങ്കല്പത്തിലൂടെ വിവരിച്ചു. എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും ടൈം ആക്സിസും ചേർന്ന ബ്രഹ്മാവിൻ്റെ 4 തല ഈ പ്രപഞ്ചത്തെ മനുഷ്യരൂപത്തിലാക്കി ആകാശത്തിൻ്റെയും സമുദ്രത്തിൻ്റെയും നീലനിറ കൊടുത്ത് മഹാവിഷ്ണുവിനെ അനന്തമായ ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു മിൽക്കി വേ ഗാലക്സിയിൽ, പാലാഴിയിൽ, ക്ഷീരസാഗരത്തിൽ മിൽക്കി വേ ഗാലക്സിയിൽ ഭാരതീയ ഋഷിവര്യന്മാർ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഷ്ഠിച്ചു. അതേപോലെ സംഹാരത്തിൻ്റെ അധിപനായ ശിവനെ, ഹിമവാന്റെ ഉത്തുംഗ ശൃംഗത്തിൽ കൈലാസത്തിലിരിക്കുന്ന ശിവനെ ഭാരതീയർ ആരാധിച്ചു. നാഷണൽ ജിയോഗ്രഫി ചാനലിൽ കൈലാസത്തെക്കുറിച്ചൊരു സന്ദേശം ഉണ്ടായിരുന്നു. കിഴക്ക് സിംഗപ്പൂർ വരെയും വടക്ക് മംഗോളിയ വരെയും തെക്ക് മൊറീഷ്യസ് വരെയും പടിഞ്ഞാറ് ഇറാഖ് വരെയുമുള്ള കാലാവസ്ഥ നിയന്ത്രിക്കാൻ കൈലാസം എന്ന ഒരൊറ്റ പർവ്വതത്തിനുള്ള അതിമഹത്തായ ശക്തിയാണ് നാഷണൽ ജിയോഗ്രഫി ചാനലിൽ വിവരിച്ചിരുന്നത്. അത് ഭാരതീയർക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അകക്കണ്ണുകൊണ്ട് ദർശിക്കാൻ സാധിച്ചു. അതിൻ്റെ പ്രതീകമായ ആ ശിവനെ നമസ്തേ രുദ്രമന്യവ ഉദോതൈഷവേ നമഃ, നമസ്തേ അസ്തുധന്വനെ ബാഹുഭ്യാം തതേ നമഃ എന്ന വേദം വിവരിക്കുന്ന മന്ത്രം കൊണ്ട് ആരാധിക്കുന്ന ഒരു ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര. അത് ഓരോ സ്ത്രീയും വ്രതരൂപത്തിൽ, തിരുവാതിരയുടെ വ്രതം എന്ന് പറയുമ്പോൾ തിരുവാതിരയ്ക്ക് മുമ്പുള്ള ദിവസത്തിലെ വൈകുന്നേരം ഭക്ഷണം കഴിച്ച് അടുത്ത ദിവസം രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി ഭക്ഷണമില്ലാതെ പിന്നത്തെ ദിവസം രാവിലെ ഭക്ഷണം കഴിക്കുന്ന ഒരു ചടങ്ങ്. ഏതാണ്ട് 36 മണിക്കൂർ ഒന്നുകിൽ ഒരു ഗ്ലാസ് പാല് അല്ലെങ്കിൽ എന്തെങ്കിലും പഴം അത് മാത്രം കഴിച്ച് അരിയും ഗോതമ്പുമുള്ള ഭക്ഷണം ഒഴിവാക്കി അൾട്രാ മോഡേൺ സയൻറ്റിഫിക് മെത്തേഡിലൂടെ ശരീരത്തെ ക്ലീൻ ചെയ്യാനും മനസ്സിനെ ഏകാഗ്രമാക്കാനുമുള്ള ഒരു വ്രതത്തിലൂടെ നമ്മൾ അനുഷ്ഠിക്കുന്നതാണ് തിരുവാതിര ആഘോഷം, ആചാരം. ആ തിരുവാതിര സ്ത്രീകളുടെ മനസ്സിനെ കൂടുതൽ സ്വാധീനിക്കാൻ എങ്ങനെയാണോ പാർവതി ദേവി തനിക്കിഷ്ടപ്പെട്ട വരനായ മഹാദേവനെ സ്വീകരിക്കാൻ വേണ്ടി കൊടും തപസ് ചെയ്തത്, അതൊരു സാങ്കല്പിക കഥയാണ്. അത് ചരിത്രമല്ല, ഹിസ്റ്ററിയല്ല, സ്റ്റോറിയാണ്. ആ സ്റ്റോറിയിൽ നിന്ന് സന്ദേശമെടുത്ത് ഓരോ ഭാരതീയ സ്ത്രീയും ഈ തിരുവാതിര ദിവസം ശിവനെ, പ്രകൃതി ശക്തിയെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ ആനന്ദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും അതേപോലെ ഏകാഗ്രമാക്കുകയും വ്രതത്തിലൂടെ സാധിക്കുകയും ചെയ്യുന്ന
ആ തിരുവാതിര അത് അന്ധമായിട്ടുള്ള ഭക്തിയല്ലാതെ ശാസ്ത്രീയമായ ഭക്തിയിലൂടെ അനുഷ്ഠിക്കാനും ആചരിക്കാനും ലണ്ടനിലെ മലയാളി അസോസിയേഷന്, ലണ്ടനിൽ പ്രവർത്തിക്കുന്ന ഈ ഉജ്ജ്വലമായ സംഘടനയിലൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.